പ്രവാസചിന്തയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഗൾഫിലെത്തി ഇവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളോട് അക്ഷരാർത്ഥത്തിൽ പടവെട്ടി വിജയിച്ച നമ്മൾ അറിയാത്ത മലയാളികളെയാണ് പ്രവാസചിന്തയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പ്രശസ്തമായ ഫുജേറ ടോക്ക് ഷോ, ഗൾഫ് മുട്ടുകളും താരവും, അതുപോലെ UAE-ലെമ്പാടും ചർച്ച ചെയ്യപ്പെട്ട ഗോൾഡൻ അച്ചീവ്മെന്റ് പുരസ്കാരം എന്നീ പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ച പ്രശസ്ത മാധ്യമപ്രവർത്തകൻ PA ലിയാഖത്തിന്റെ സാഹസികമായ മറ്റൊരു ഇടപെടൽ കൂടിയാണ് പ്രവാസചിന്തകൾ. പ്രവാസചിന്തകൾ ഇവിടെ ആരംഭിക്കുന്നു. പ്രവാസചിന്തയിൽ ഇന്ന് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി ശ്രീ പ്രേംചന്ദ് കുറുപ്പിനെയാണ്. പ്രശസ്തനായ മലയാളിയാണ് ഇദ്ദേഹം പ്രശസ്തമായ മേഖലകൾ ബാർകോഡിംഗ് രംഗവും അതുപോലെ ഇന്റർനെറ്റ് സുരക്ഷാ സംവിധാന രംഗവുമാണ്. ഈ മേഖലകളിൽ ഇദ്ദേഹം സാരഥ്യം വഹിക്കുന്ന 3 കമ്പനികൾ നിസ്തുലമായ സംഭാവനകളാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശസ്തനായ ഈ മലയാളിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലേക്കാണ് ആദ്യം ഇന്ന് പ്രവാസചിന്തകൾ സഞ്ചരിക്കുന്നത്. പ്രവാസചിന്തയിലേക്ക് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രേംചന്ദ്, പ്രേം എന്നാണ് മേഖലയിൽ താങ്കളെ അറിയപ്പെടുന്നത്. അതെ, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിൽ മികച്ച നിലവാരം പുലർത്തി മദ്രാസിൽ പഠിച്ചു. പിന്നീട് കേരളത്തിലേക്ക് വരുന്നില്ല, ഗൾഫിൽ ബിസിനസ്. വാസ്തവത്തിൽ 89-ൽ ഗൾഫിലെത്തുമ്പോൾ സാധാരണ ഗൾഫ് എന്ന് പറയുന്നത് ഇത്രയും അധികം സാധ്യതകൾ തരുന്ന ഒരു മേഖലയായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഗൾഫ് തിരഞ്ഞെടുത്തത്? ഒന്നാമത് ഞാൻ പറയട്ടെ, ഞാനൊരു സെക്കൻഡ് ജനറേഷൻ മലയാളിയാണ്. അതുകൊണ്ട് ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ്. ഐ വിൽ ആൻസർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഓക്കെ, ഞാൻ പഠിച്ചു വളർന്നതെല്ലാം മദ്രാസിലാണ്. ഐ ഗ്രാജുവേറ്റഡ് ഫ്രം ഗിൻഡി എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ 1982. അപ്പോൾ അന്നേരം ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു മേഖല ഉണ്ടായിട്ടില്ല ശരിക്കും. ഇറ്റ് ജസ്റ്റ് വാസ് കമ്മിങ് അപ്പ്. അപ്പം ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇലക്ട്രോണിക്സ് ഫീൽഡിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ല IT-യിലേക്ക് പോകുന്നതാണല്ലേ. ഒരു ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു അന്നേരം. ആ കമ്പനി ഞാൻ വിചാരിച്ചു ഞാൻ ജോയിൻ ചെയ്യാം. എനിക്ക് 2-3 ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്നൊരു ഓഫർ ഉണ്ടായിരുന്നു ഫോർ 1750 റുപ്പീസ്. ഹിന്ദുസ്ഥാൻ ബ്രൗൺ ബവറി 1850 റുപ്പീസ്. BPL 1550 റുപ്പീസ്. ഇതെല്ലാം ഇലക്ട്രോണിക്സ് ഏരിയയിലായിരുന്നു. ഇത് 3 ക്യാമ്പസ് ഇന്റർവ്യൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ പുറത്ത് നിന്നെങ്കിലും അപ്ലൈ ചെയ്യാം. നോബഡി അപ്ലൈസ് ഫോർ എ ജോബ് ഔട്ട്സൈഡ് വെൻ യു ഹാവ് ഗോട്ട് ജോബ് ഫ്രം ദ ക്യാമ്പസ്. ഞാൻ എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഐ ഗോട്ട് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് കമ്പനി ബിക്കോസ് വെൻ ഐ ലുക്ക്ഡ് അറ്റ് ദ പീപ്പിൾ ഹു ഹാഡ് ഇന്റർവ്യൂഡ് മീ, ദി ആവറേജ് ഏജ് ഓഫ് ദോസ് പീപ്പിൾ മസ്റ്റ് ഹാവ് ബീൻ ലെസ് ദാൻ 30. Whereas in all the other 3 companies, the average age must have been in the 50s. സോ എനിക്കൊരു എന്താ പറയുക, ഒരു കെമിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ ഫൈനൽ ഇന്റർവ്യൂവിൽ അവരെന്നോട് പറഞ്ഞു, യുവർ സാലറി ഓഫർ ഇസ് 1000 റുപ്പീസ്. അപ്പം ഞാൻ പറഞ്ഞു, ഐ ഹാവ് ഓൾറെഡി ഗോട്ട് ഓഫേഴ്സ് ഫോർ 1500 and above. They said this is company policy, we won't change. എന്നിട്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ കമ്പനി ജോയിൻ ചെയ്യാം. എല്ലാവരും പറഞ്ഞു ഞാൻ ചെയ്യുന്നത് വിഡിത്താണ്. ദാറ്റ് കമ്പനി ഇസ് വിപ്രോ, which today everybody knows. Maybe a lot of people would die to go and work for that company. The other thing I found was that I spent 7 years in Wipro, 82 to 89. And in the formative years of somebody's career, Wipro is a wonderful place to learn. Because most importantly, I got the opportunity to interface with the people like Mr. Premji, Mr. Ashok Sutta, Mr. Venkatesh, Mr. Sridhar. These were all veterans in the IT industry. The other thing was that Wipro was a very, very principled company. Our application form in Mela, a very wonderful quotation in Peter Drucker. It said, the final proof of management sincerity and seriousness is uncompromising emphasis on integrity of character in a management job. A man might himself know too little, perform poorly, lack judgment and ability,
and yet not do damage as a manager. But if he lacks integrity, he damages people, the most valuable asset of the enterprise. ഇത് വിപ്രോയുടെ അസീം പ്രേംജിയുടെ പ്രിൻസിപ്പലാണോ? അസീം പ്രേംജിന്റെ പ്രിൻസിപ്പളാണ്. അസീം പ്രേംജി നമ്മളോട് എപ്പം പറയലുണ്ട്, there are everything in life can be negotiated except integrity. അപ്പോൾ അന്നേരെ ഒരു പഠിച്ചത് ഞാൻ എന്നാന്ന് വിചാരിച്ചാൽ, നമുക്കൊരു കാര്യം മനസ്സിൽ തോന്നിയിട്ട് ഇതാണ് ശരിയെന്ന് വിചാരിച്ചാൽ, you don't have to go to your boss. You take a decision and move on. പിന്നെ വിപ്രോ വിടാൻ കാരണം എന്താണ്? 7 കൊല്ലം ഞാൻ അവിടെ പണിയെടുത്തിട്ട് I was very happy. I did not want to leave Wipro and join another IT company in India. But I wanted a change. So I got an opportunity from a company in Dubai. They came and interviewed me, and I just took that offer. I did not know honestly at that time where was Dubai on the world map itself. അത് ദുബായ് അറിയില്ല, അബുദാബി അറിയില്ല, ഒരു എമിറേറ്റിനെ അറിയില്ല. എന്നിട്ടും ദുബായിലേക്ക് തന്നെ വന്നു. ദുബായ് എന്താണ് നൽകിയത്? ദുബായിൽ ഞാനിപ്പം 25 കൊല്ലായി. ഞാൻ ഫസ്റ്റ് 3 stints I had, I was working for companies that were owned by others. പക്ഷെ ആ ജേർണിയിൽ ഞാൻ മനസ്സിലാക്കത്തോളം ദുബായ് is a place that respects a small businessman. അങ്ങനത്തെ ഒരു റിയലൈസേഷൻ വന്നേരം ഞാൻ തീരുമാനിച്ചു ഞാൻ ബിസിനസ്സിലാണ്. ആൻഡ് ഐ ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ ചേഞ്ച്. ആ ചേഞ്ച് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഐ റിയലി ഗ്രൂ പ്രൊഫഷണലി. ആൻഡ് ആസ് പാർട്ട് ഓഫ് ദാറ്റ് ചേഞ്ച് പ്രോസസ് ഐ co-founded 2 companies. One is Barcode Gulf in the barcoding space. Then another company called Head Start, which is in retail point of sale and restaurant management software. With a മൂന്നാമത്തെ company, Paramount, it was owned by a good friend of mine, and he wanted to transform that company into something different. So I took that as a strategy consulting project first, and then I helped transform that company into information security or internet security. This is the first management buyout of an IT company in Dubai Internet City. And in this process, one thing that I feel very satisfied about is that I have created 13 entrepreneurs. All the key people who've been working with me, involved in managing the business, are stakeholders, shareholders in the company. So my principle has always been, you share knowledge, you share wealth. മിടുക്കനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഏറ്റവും നല്ല നിലയിൽ പാസ്സാകുന്നു, പിന്നീട് മിടുക്കനായ വിപ്രോയിലെ ജീവനക്കാരൻ, പിന്നീട് ദുബായിലെത്തുന്നു, വളരെ മിടുക്കോടി കൂടി ബിസിനസ് നടത്തുന്നു. ഇതിൻ്റെ ഒരു രഹസ്യം എന്താണ്? ഈ സക്സസിൻ്റെ രഹസ്യം എന്താണ്? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഞാനൊരു വളരെ ഡിഫറെൻ്റ് ആയ ഒരു വ്യൂ തരാം ഇതിന് നിങ്ങൾക്ക്. എൻ്റെ അഭിപ്രായത്തിൽ മണി, സക്സസ്, ഹാപ്പിനെസ് ഇത് ലൈഫിൽ എല്ലാവർക്കും വേണം. ദേ ഡിസയർ ദാറ്റ്. ബട്ട് മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് യു ഷുഡ് നോട്ട് ചേസ് ദിസ്. These 3 things cannot be chased. You have to identify a cause. Something that you are passionate about, something that drives you, and go behind that cause. Make that happen. Money, success, happiness, everything will chase you. നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സീഡ് ചെയ്യേണ്ടിക്കില്ല. The most important thing is character. You must have a value system. You must live a life of principles. ഞാനിത് പഠിച്ചത് എൻ്റെ അച്ഛൻ്റെ അടുക്കുന്ന. My father was a very principled man. I was fortunate enough because he was working in Madras. He sent me to one of the finest schools at that time called Padma Sheshadri Balabhavan. That school engendered a further strong value system. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായിട്ട് വിപ്രോയിൽ പണിയെടുത്തേരം 7 കൊല്ലം was again a place where the value system and character was emphasized. This I consider as a huge, I would say, the Devanugraham. ഇങ്ങനത്തെ ഒരു opportunity കിട്ടിയത്. That is why when I started in business here, unlike, let's say, what everybody else in the market was doing, I said I will run a company which is very professional. I want the company to be respected in the marketplace. Anybody who is working in the company, if he leaves the company, I will not put any ban and all that. I want to treat people with respect. If he leaves the company and joins the competition, fine.
If he leaves the company and joins a vendor, fine. If he leaves the company and starts a company in direct competition with us, then also I am fine with it. Principles are നമുക്ക് ലൈഫിൽ സക്സീഡ് ചെയ്യണമെങ്കിൽ this is the most important. ഇത് അച്ഛൻ മാധവക്കുറുപ്പിൽ നിന്നും പകർന്നത് കിട്ടിയത്, പിന്നെ പരിശീലന കാലയളവിൽ വിപ്രോയുടെ അസീം റംജിയുടെ സ്വാധീനം, സ്കൂളിലെ ആ ഒരു ശീലങ്ങൾ, കല്യാശ്ശേരിയിൽ പഠിക്കാതെ മദ്രാസിലേക്ക് പോയത് അച്ഛന്റെ കല്യാശ്ശേരിയുമായുള്ള ബന്ധം എങ്ങനെയാണ്? കല്യാശ്ശേരി എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രമുഖരായ ആളുകളെ സംഭാവന ചെയ്ത പ്രദേശം കൂടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷനാണ്. ഞാൻ എന്റെ അച്ഛൻ കോടിയേരി എന്നാണ്, എന്റെ അമ്മ കല്യാശ്ശേരി. കമ്മ്യൂണിസ്റ്റാണോ താങ്കൾ? പക്ഷെ എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റ് ലീനിങ്സോ ഒന്നുമില്ല. And I know today, I think two people that Kalyasheri has contributed to Kerala and India. One is Saga V.K. Nayanar and the other is K.P.P. Nambiar. ഈ K.P.P. നമ്പ്യാർ താങ്കളുടെ അടുത്ത ബന്ധുവാണ്. K.P.P. Nambiar എന്റെ അമ്മേന്റെ ഏട്ടനാണ്, അമ്മാവൻ. K.P.P. നമ്പ്യാർ ഏതെങ്കിലും തരത്തിൽ താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ടോ? He is a tremendous inspiration for not only me, I think everybody in the family. Because ഇനി നിങ്ങൾ ഒരു 100 years എടുത്താലും ചില സമയം you may have one person like him. And I still remember he was telling me once, Rajiv Gandhi Prime Minister ആയിരുന്നു, for Prime Minister office അമ്മനൊരു call ഉണ്ടായിരുന്നു saying that Rajiv Gandhi wants to see you, come to Lakshadweep. അപ്പോൾ അമ്മ പോയി. And at the end of that meeting, he got the appointment as the Secretary of the Department of Electronics. Now, Rajiv Gandhi ഒരു half an hour 45 മീറ്റിംഗിൽ ഡിസിഷൻ എടുത്തതല്ല. Rajiv Gandhi, when he became the Prime Minister, first asked for all his mother's files. അപ്പോൾ ഒരു ഫയൽ നോട്ടിംഗിൽ മിസസ് ഗാന്ധി ഹാഡ് റിട്ടൺ ദാറ്റ് KPP Nambiar is a very dynamic man and he is a person who can drive organizations like the Department of Science and Technology, Department of Electronics. ആ നോട്ടിൽ നിന്നാണ് ശരിക്കും രാജീവ് ഗാന്ധി ആ ഡിസിഷൻ എടുത്തത്. E.K. നായനാർ താങ്കളുടെ ബന്ധുവായിട്ട് വരും. ഏതെങ്കിലും സന്ദർഭത്തിൽ നയനാരെ കണ്ട സന്ദർഭത്തിൽ ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, സഖാവ് നയനാറെ ഞാൻ മീറ്റ് ചെയ്യുന്ന ഒരു റിലേറ്റീവ് ആയിട്ടാണ്. നമ്മള് ചെറുപ്പത്തില് കല്യാശ്ശേരി പോകുമ്പം ശാരദേച്ചിന്റെ വീട്ടിൽ പോകും. അപ്പൊ ശാരദേച്ചിയായിട്ട് വളരെ ക്ലോസ് ആണ്. നയനാർ ടച്ചസ് എ പേഴ്സൺസ് ഹാർട്ട്. ഹി വിൽ നോട്ട് ടച്ച് യുവർ മൈൻഡ്, ഹി വിൽ ടച്ച് യുവർ ഹാർട്ട്. ദുബായിൽ തന്നെ കേന്ദ്രീകരിക്കാനാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നു തോന്നുന്നത്. എന്താണ് ദുബായ്? ഐ തിങ്ക് ദുബായ് ഈസ് യുണീക്. സെക്യൂരിറ്റി ഹിയർ ഇസ് ബ്രില്യന്റ്. സെക്കൻഡ് തിങ് ഈസ് that you can live your simple life. You can live like an Indian. Connectivity. So that way I think Dubai is a brilliant place. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? 2 മക്കള്, 1 wife. മകള് കവിത, she has finished her BCom honors from Wollongong University. ഇപ്പം she's studying for ACCA. She's also working as an associate auditor in a company called Crow Horvath. My son is in the 11th standard. He wants to study corporate law. But 12th കഴിഞ്ഞാൽ he will go into one of the universities to study law. And my wife is a homemaker. ഈ അടുത്തിടെയാണ് താങ്കളുടെ പാരാമൗണ്ടിന് ഒരു വലിയ പുരസ്കാരം UAE ഗവൺമെന്റിന് ലഭിച്ചത്. ആ പുരസ്കാരം എന്തായിരുന്നു? That is the Mohammed bin Rashid Award for Business Excellence. It is about excellence, business excellence. So it's something that all of us in Paramount are very proud of. It's an honor. അപ്പോൾ തിരക്ക് പിടിച്ച ലൈഫും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം എങ്ങനെ റിലാക്സ് ചെയ്യും? പാട്ട് കേൾക്കാറുണ്ടോ? പാട്ട് അതന്നെയാണ് മെയിൻ. രാവിലെ കാറിന്റെ ഉള്ളിൽ കയറിയാൽ ആദ്യം കേൾക്കുന്ന പാട്ട് ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിന്ദിവ്യരൂപം. അപ്പൊ യേശുദാസ് രാവിലെ കേട്ടിട്ട് ആണ് ജോലി തുടങ്ങുക, രാത്രി യേശുദാസ് കേട്ടിട്ടാണ് ഉറങ്ങാനും പോവുക. അപ്പോൾ ചുരുക്കത്തിൽ നല്ല പാട്ട് കേൾക്കുന്ന ആൾ, അതിനേക്കാൾ നന്നായി പാട്ട് ആസ്വദിക്കുന്ന വ്യക്തി, അതിനേക്കാൾ നന്നായി ബിസിനസ് ചെയ്യുന്നയാൾ, ബിസിനസ് ആസ്വദിക്കുന്ന വ്യക്തി, എല്ലാ ഭാവങ്ങളും നേരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മൂല്യവത്തായ ചിന്തകൾ പങ്കുവച്ചതിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു, സ്നേഹം പങ്കിടുന്നു. താങ്ക് യു വെരി മച്ച്. ഈ പ്രവാസ ചിന്തകൾ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും both to you, Mr. Liaquat, and Kairali People TV. Thank you very much.